യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ന്യായപ്രമാണത്തിൽ നിന്ന് സന്തോഷം കിട്ടും, അതിനെ നമ്മൾ രാപ്പകൽ ധ്യാനിക്കുകയും വേണം. ന്യായപ്രമാണം എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സന്തോഷം കിട്ടും? ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കേണ്ടത് കടമ എന്ന പോലെ നമ്മൾ വായിക്കരുത്, മറിച്ച് ദൈവം എന്നോട് സംസാരിക്കുന്ന ഇടമാണ്, അത് ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന വാക്കുകളാണ് എന്നുള്ള മനോഭാവത്തിൽ വായിക്കുക. ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിനു വേണ്ടി വായിക്കുക. അങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധം അതിൽ നിന്ന് പുതുക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ന്യായപ്രമാണത്തിൽ നിന്ന് സന്തോഷം കിട്ടുകയാണ്. രണ്ടാമത്, ന്യായപ്രമാണത്തിൽ നിന്ന് സന്തോഷം കിട്ടുന്നത് ന്യായപ്രമാണത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. സങ്കീർത്തനം 119 പറയുന്നു, ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിനായി എന്റെ കണ്ണ് തുറക്കണമേ. ന്യായപ്രമാണത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. രണ്ടാമത്, അതിൽ നമുക്ക് സന്തോഷം കിട്ടുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ വചനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് തരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അങ്ങനെ നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് സന്തോഷം കിട്ടുകയാണ്. രണ്ടാമത് പറയുന്നത് രാപ്പകൽ ധ്യാനിക്കുക. ഒരു ദൈവഭക്തൻ ഒരു ദിവസം തുടങ്ങേണ്ടത് ദൈവവചനത്തോടൊപ്പം തുടങ്ങുക. ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടതും ദൈവവചനത്തോടൊപ്പം ആയിരിക്കണം. അതാണ് രാപ്പകൽ ധ്യാനിക്കുവാൻ കഴിയും. എങ്ങനെ രാപ്പകൽ ധ്യാനിക്കുവാൻ കഴിയും? ന്യായപ്രമാണത്തിൽ നിന്ന് സന്തോഷത്താൽ അതിനെ രാപ്പകൽ ധ്യാനിക്കുവാൻ കഴിയും. പ്രിയരെ, ദൈവവചനം വായിക്കുക, ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം വർദ്ധിപ്പിക്കുക. God bless you. ആമേൻ.